ജീവിതത്തിൽ സക്സസ് ആയവരും അല്ലാത്തവരും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്റലിജൻസോ പൈസയോ ടാലന്റോ ഒന്നുമല്ല. മറിച്ച് സക്സസ് ആയവരും മനസ്സിലാക്കിയതും അല്ലാത്തവരും മനസ്സിലാക്കാത്തതുമായ വലിയൊരു ലെസൺ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സക്സസ് വേണം, നല്ല മാർക്ക് വേണം, നല്ല ജോലി വേണം, നല്ലൊരു ബിസിനസ് തുടങ്ങണം. എന്നാൽ ഇതിനെല്ലാം അത്യാവശ്യമായിട്ടുള്ള എന്നാൽ നമ്മളെ ആരും പഠിപ്പിക്കാത്ത വലിയൊരു ലെസൺ ഉണ്ട്: ഹൗ ടു ഫെയിൽ. ആലോചിച്ച് നോക്കി, നിങ്ങൾ സക്സസ്ഫുൾ എന്ന് പറയുന്ന എല്ലാവർക്കും തോൽവിയുടെ ഒരു കഥ പറയാനുണ്ടാവും. ലിയോണൽ മെസ്സി രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തോറ്റത് 4 ഫൈനലുകളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. എന്നാൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ളതും റൊണാൾഡോ തന്നെയാണ്. ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ആണ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഇല്ലാതെ ബിൽഡിംഗ് കെട്ടിപ്പൊക്കാൻ പറ്റാത്ത പോലെ തന്നെ ഫെയിലിയർ ഇല്ലാതെ സക്സസ് ഉണ്ടാവില്ല. യെറ്റ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഫെയിലിയർ ആണ്. വൈ? കാരണം ജീവിതത്തിൽ എപ്പോഴോ നമ്മൾ തോൽവിയെ ഒരു ടെമ്പററി ഇവന്റ് ആയി കാണുന്നതിന് പകരം ഒരു പെർമനന്റ് ഐഡന്റിറ്റി ആയി കണക്കാക്കി തുടങ്ങി. ഞാൻ തോറ്റു എന്ന് വിശ്വസിക്കുന്നിടത്ത് ഞാനൊരു തോൽവിയാണ് എന്ന് വിശ്വസിച്ചു തുടങ്ങി. രണ്ടും കേട്ട ഏകദേശം ഒരുപോലെ തോന്നും, പക്ഷെ രണ്ടും തമ്മിൽ രാവും പകലും കണക്കെ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാനല്ല, മറിച്ച് നിങ്ങളെ സേഫ് ആക്കി വെക്കാനാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വേട്ടയാടി ഫുഡ് കണ്ടെത്തിയിരുന്ന കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ഫുഡും ജീവനൊക്കെ നഷ്ടപ്പെടുക എന്നാണ്. അതിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിന് പഠിച്ചെടുത്ത വലിയൊരു ലെസൺ ഉണ്ട്: അവോയ്ഡ് എംബാരസ്മെന്റ്, അവോയ്ഡ് റിജക്ഷൻ, അവോയ്ഡ് അൺസർട്ടിനിറ്റി. ഇന്ന് അതേ സർവൈവൽ ഇൻസ്റ്റിങ് നിങ്ങളുടെ ഓർഡിനറി ലൈഫിലും കാണാം. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടാവും, നിങ്ങൾ തുടങ്ങൂല. നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമുണ്ടാവും, നിങ്ങൾ പറയൂല. നിങ്ങളെ കൊണ്ട് പറ്റാത്തോണ്ടല്ല, മറിച്ച് ഈ എൻറ്റയർ ടൈമിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: വാട്ട് ഇഫ് യു ഫെയിൽ? പ്രോബ്ലം തോൽവിയല്ല, നിങ്ങളുടെ ബ്രെയിന് തോൽവിയെ ഒരു ദുരന്തമായി കണക്കാക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ചുറ്റും നോക്കി സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്നത് ആളുകൾ സക്സസ്ഫുൾ ആവുന്നതാണ്. എന്നാൽ അതിനു മുമ്പുണ്ടായ റിജക്ഷൻസും മിസ്റ്റേക്ക് ഒന്നും ആരും കാണിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിനെ വേറൊരാളുടെ 100ാമത്തെ അറ്റംപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആലോചിക്കും നമ്മൾ എന്താ പിറകിലായി പോയേന്ന്. നിങ്ങൾ പിറകിലല്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇരിക്കുമ്പോൾ വേറൊരാളുടെ ലൈഫിലെ ഫൈനൽ ചാപ്റ്ററിലേക്ക് നോക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്റെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഇഫ് ഐ ഫെയിൽ എന്ന് ചോദിക്കുന്നതിന് പകരം ഫെയിലിയറിന് മാത്രം എന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ലെസൺ എന്താണ് എന്ന് ചോദിക്കുക. സക്സസ് എന്ത് വർക്ക് ചെയ്തു എന്നുള്ളത് കാണിച്ചു തരും, പക്ഷെ ഫെയിലിയർ എന്തുകൊണ്ട് അത് വർക്ക് ചെയ്തില്ല എന്നുള്ളത് കാണിച്ചു തരും. അതായത് വിത്തൗട്ട് ഫെയിലിയർ സക്സസ് എന്ന് പറയുന്നത് ലെക്കാണ്, ബട്ട് വിത്ത് ഫെയിലിയർ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സോ എങ്ങനെ നമുക്ക് ആക്ച്വലി തോൽക്കാൻ വേണ്ടി പഠിക്കാം? ഫസ്റ്റ്, നിങ്ങളുടെ റിസൾട്ടും നിങ്ങളുടെ ഐഡന്റിറ്റിയും ഡിഫറെന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തോറ്റു എന്ന് വിചാരിച്ച് നിങ്ങളൊരു തോൽവിയാകുന്നില്ല. സെക്കൻഡ്, നിങ്ങൾ എത്ര തവണ വിൻ ചെയ്തു എന്ന് നോക്കുന്നതിന് പകരം എത്ര തവണ ട്രൈ ചെയ്തു എന്ന് നോക്കുക. ഇഫ് നിങ്ങളുടെ ഗോള് കൂടുതൽ കോൺഫിഡന്റ് ആകുക എന്നാണെങ്കിൽ ഡോണ്ട് കൗണ്ട് വിൻസ്, കൗണ്ട് റെപ്പറ്റീഷൻസ്. കാരണം നിങ്ങൾ ഓരോ തവണ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നത് പേടി ഉണ്ടായാലും അത് വകവെക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിനുള്ള എവിഡൻസ് ആണ്. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഓരോ ഫെയിലിയറിന് ശേഷവും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്: എന്ത് വർക്ക് ചെയ്തു, എന്ത് വർക്ക് ചെയ്തില്ല, അടുത്തതിൽ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്. അപ്പോഴേ ഫെയിലിയർ ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്നതിന് പകരം ആ ഫെയിലിയറിന് ഫീഡ്ബാക്ക് എടുത്ത് ബെറ്റർ ആകാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി, ഞാൻ എപ്പോൾ സക്സസ് ആവും എന്ന് ചോദിക്കുന്നതിന് പകരം ഈ ഒരു പ്രോസസ്സിലൂടെ ഞാൻ എങ്ങനത്തെ ഒരാളായി മാറുന്നത് എന്നുള്ളത് ചോദിക്കുക. കാരണം സക്സസ് ടെമ്പററി ആണ്, ക്യാരക്ടർ സ്റ്റേസ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഫെയിലിയറിനെ ഇത്ര പെയിൻഫുൾ ആവുന്നത്. അത് നിങ്ങളുടെ എനിമി ആയതുകൊണ്ടൊന്നല്ല, മറിച്ച് നിങ്ങൾ ഇതുവരെ അല്ലാത്തൊരാളാവാൻ പ്രേരിപ്പിക്കുന്നത് ഫെയിലിയർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് പേടി മാറാൻ വേണ്ടിയിട്ടോ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കേണ്ട. ലേൺ ടു ഫെയിൽ. കാരണം സക്സസ് ആയവരൊന്നും തോൽക്കാത്തവരല്ല. ദേ ജസ്റ്റ് അണ്ടർസ്റ്റുഡ് വൺ തിങ്: ഫെയിലിയർ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഇറ്റ്സ് ദ പ്രൈസ് യു പേ ഫോർ ഇറ്റ്.